ആണവോർജ്ജ മിഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആണവോർജ്ജ മിഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഈ 20,000 കോടി രൂപ അതിന് നീക്കിവെക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ആണവോർജ്ജ നിയമത്തിൽ മാറ്റം വരുത്താൻ പോകുന്നു, അവിടെ സ്വകാര്യ നിക്ഷേപം അനുവദിക്കാൻ പോകുന്നു, അതുപോലെ ഒരു ആണവ അപകടം ഉണ്ടായാൽ അതിൻ്റെ ലയബിലിറ്റി ആർക്ക് എന്ന് ഡിഫൈൻ ചെയ്യുന്ന നിയമത്തിൽ മാറ്റം വരുത്താൻ പോകുന്നു. ഇത് അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന സിവിൽ ന്യൂക്ലിയർ എനർജി പാക്ടിൻ്റെ കരാറിൻ്റെ ഒക്കെ തുടർച്ചയായിട്ടുള്ള സംഗതികളാണ് എന്ന് നമ്മളിപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഒരുപക്ഷെ മനസ്സിലായെന്ന് വരില്ല. ഇതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എത്രയായിരിക്കും? അതെ അതെ, തീർച്ചയായിട്ടും. അത് നമ്മളുടെ മുന്നിൽ ചരിത്രത്തിൽ നമ്മൾക്ക് പാഠങ്ങളുണ്ട്. പിന്നെ ഭോപ്പാൽ ദുരന്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. വളരെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെ തന്നെ മാറ്റി എഴുതിക്കൊണ്ട് അതിന് തന്നെ ഭേദഗതി വരുത്തിക്കൊണ്ട് ഈ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് ന്യായമായിട്ട് നമ്മൾ സംശയിക്കേണ്ടി വരും. സിവിലിയൻ രാജ്യത്തുള്ള ഒരു പരിരക്ഷ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെയാണ് അത് നടപ്പിലാക്കുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും അക്കാര്യത്തിൽ.